Deuteronomy 6:16. Do not put the Lord your God to the test. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. Faith is not an excuse for passivity. Too often we ask God to act while refusing to take responsibility for what is within our power. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവമേ പ്രവർത്തിച്ചാലും എന്ന് നാം യാചിക്കുന്നു. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കാതെ പോകുന്നു. We pray for healing but neglect the discipline of repentance. സൗഖ്യത്തിനായി നാം യാചിക്കുന്നു, എന്നാൽ അനുതപിപ്പാൻ നമുക്ക് മനസ്സില്ല. We ask for strength but avoid the struggle that builds it. നമ്മൾ ശക്തിക്കായി യാചിക്കുന്നു, എന്നാൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിലൂടെ ശക്തി പ്രാപിപ്പാൻ നമുക്ക് കഴിയാതെ പോകുന്നു. We seek peace but refuse to be peacemakers. നാം സമാധാനം അന്വേഷിക്കുന്നു, എന്നാൽ നാം സമാധാനം പാലിക്കുന്നവരല്ല. True faith does not replace action. It inspires it. സത്യവിശ്വാസത്തിൻ്റെ കൂടെ നല്ല കർമ്മങ്ങളും ആവശ്യമാണ്. വിശ്വാസം കർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. Christ refused to test the Father in the wilderness, rejecting the temptation to demand miracles on his own terms. മരുഭൂമിയിൽ പിശാച് കർത്താവിനോട് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായി ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ കർത്താവ് പിശാചിനോട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. Do we do the same? Do we pray as an excuse to wait rather than as a call to act? പ്രാർത്ഥിക്കുമ്പോൾ നാം കർമ്മം ചെയ്യുവാനും ഉത്സാഹമുള്ളവരായിരിക്കണം. There is a fine line between trust and abdication, between surrendering to God and shifting our burdens onto Him while refusing to carry our cross. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നു, അവനിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമക്കണം എന്നാഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നാം എല്ലാവരും നമ്മുടെ കുരിശ് വഹിക്കേണ്ടവരാണ്. അതൊരിക്കലും നമുക്ക് ദൈവത്തിന് നൽകുവാൻ സാധ്യമാകുന്നതല്ല. ദൈവം നമ്മെ ശക്തീകരിക്കും, ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ കുരിശ് നമ്മൾ തന്നെ വഹിക്കണം. God's grace is abundant, but He calls us to cooperate with it. ദൈവ കൃപ സമൃദ്ധിയായി ദൈവം നൽകുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ സാധ്യമാകണം. The manna fell from heaven, but Israel had to gather it. സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിഞ്ഞു, എന്നാൽ ഇസ്രായേൽ മക്കൾ അത് ശേഖരിക്കണമായിരുന്നു. The Red Sea parted, but they had to walk through. ചെങ്കടൽ രണ്ടായി, ഇസ്രായേൽ മക്കൾ അതിലൂടെ നടക്കേണ്ടിയിരുന്നു. What step is God asking us to take today? Faith is not testing God. It is trusting Him enough to act, knowing that we do our part. നമ്മുടെ വിശ്വാസത്തിലൂടെ ദൈവത്തെ നാം പരീക്ഷിക്കരുത്, അവനിൽ ആശ്രയിക്കണം. അത് മുഖാന്തരം ദൈവം പ്രവർത്തിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഭാഗം നമ്മളും ചെയ്യണം. He will do what only He can. നമ്മുടെ ഭാഗം നമ്മൾ ചെയ്താൽ അവന് മാത്രം ചെയ്യാൻ കഴിയുന്നത് ദൈവം ചെയ്തോളും എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.